ഹായ് ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ന്യൂ ഇയർ കേക്ക് ഉണ്ടാക്കാൻ പോവുക. വാനില പിസ്ത കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാമേ. ന്യൂ ഇയർ കേക്കിനുള്ള ഒരു കപ്പ് മൈദയാണ്. ഒരു കപ്പ് മൈദ നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഇതുള്ളൂ. ഒരു കപ്പ് മൈദയുണ്ട്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ സോഡ, ബേക്കിംഗ് സോഡയാണ്, 1/4 ടീസ്പൂൺ. ഇതിങ്ങനെ ഒന്ന് ഇടഞ്ഞെടുക്കണം. 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കണം. ഒരു പിഞ്ച് ഉപ്പും കൂടെ. 4 മുട്ട വേണേ. 4 സാധാ മുട്ട 4 എണ്ണ. മിക്സിയിൽ എല്ലാം ചെയ്യുന്നത് എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട്, എല്ലാം മിക്സിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 മുട്ട ശരിക്കും പതപ്പിച്ചെടുക്കണം. നാല് മുട്ട ഒന്ന് പതപ്പിച്ചെടുക്കട്ടെ കേട്ടോ. മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്ത് ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കണം. ഒന്നോടെ ഇത് അടിച്ചു കൊണ്ടിട്ട് കേട്ടോ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമുള്ളൂ. ഒത്തിരി അടിക്കരുത്. ഒത്തിരി അടിച്ച് കഴിഞ്ഞത് വല്ലാതെയാവും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. പഞ്ചസാര പൊടിച്ചതും കൂടെ കൂടി വേണേൽ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഈ മുട്ട പൊട്ടിച്ച് മുട്ട നന്നായിട്ട് പതപ്പിച്ച് കഴിഞ്ഞ് വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞ് ഈ പഞ്ചസാരയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ. എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും നമുക്ക് ഈ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യണേ. ഇച്ചിരി എണ്ണ തടവി ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യണേ. ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടൊന്ന് അതുപോലെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് ഗ്രീസ് ചെയ്തേ. ഇനി നമ്മൾ അടിച്ച് എല്ലാം മിക്സ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. ശരിക്കും മിക്സ് ചെയ്യണം. കുത്തി ഇളക്കാതെ പതുക്കെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യണേ. ഇത് 2 ഫ്ലേവർ കേക്ക് ആയതുകൊണ്ട് പകുതി ബാറ്റർ നമ്മൾ ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. കാരണം ഒന്ന് പിസ്ത കളറും ഒന്ന് വാനിലയാണ്. അപ്പം അത് കാരണം കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് കുറച്ചുകൂടി. 2 കേക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒന്നിച്ച് എടുക്കാൻ പറ്റത്തില്ല. പകുതി മാറ്റുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുകയാണ്. കാരണം വിനാഗിരി നേരത്തെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോവും. അത് കാരണം നമ്മൾ എടുക്കാൻ നേരത്തെ വിനാഗിരി ഒഴിക്കാൻ പറ്റുള്ളൂ. വിനാഗിരി ഒഴിക്കുന്നു. ഒന്നുകൂടെ ശരിക്കും ഒന്ന് ഇളക്കി കുത്തി ഇളക്കാതെ പതുക്കെ ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പോകാനേ കൊള്ളാം.
ഇനി നമ്മുടെ ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനാണ്. ഓവൻ സെറ്റപ്പ് അപ്പോഴത്തേക്കും നമ്മൾ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുകയായിരുന്നേ. ഇനിയിപ്പോൾ ഇതിലേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണേ. കേക്ക് സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാമേ. അതിന് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടാണ് നമ്മളത് ഉണ്ടാക്കേണ്ടത്. സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ്. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒരു നുള്ളു ഉപ്പും. ഇത് നമ്മൾ അടുപ്പേ വെച്ച് ഇനി തിളപ്പിച്ച് അതൊന്ന് മെൽറ്റാക്കി ശരിക്കും എടുക്കട്ടെ. നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാമേ. ഞാനപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്ത് ഇതൊന്ന് വിപ്പിംഗ് ക്രീം നമുക്ക് ശരിക്കും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ഞാനിപ്പോൾ നമ്മുടെ വാനില കേക്ക് റെഡിയായി. ഇനി നമുക്ക് പിസ്ത കേക്കും കൂടെ ഉണ്ടാക്കണം. വാനില കേക്ക് റെഡിയായി. ഇതിനി തണുക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും വിപ്പിംഗ് ക്രീം നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പം ബീറ്റ് ചെയ്തെടുക്കണേ വിപ്പിംഗ് ക്രീം. ഇപ്പം ഞാനിപ്പോൾ ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്യണേ. അല്ല നമുക്ക് മിക്സിയിലായാലും ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ട്രോപ്ലോയിറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് മിക്സിയിലായാലും അടിച്ചെടുക്കാം. ഞാൻ പിന്നെ ബീറ്റർ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ ഞാനതാണ് ചെയ്യുന്നത്. നമുക്ക് 2 ഷെയ്ഡ് വേണ്ടതുകൊണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് വേറെ കളർ പിസ്ത എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ആ കളർ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെയും ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് പിസ്ത കളർ പിസ്ത ഷെയ്ഡ് കേക്കിനുള്ള മിക്സിംഗ് ആണ്. നമ്മളത് പിസ്തയുടെ 2 ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് നോക്കാം. പിസ്ത ഷെയ്ഡാണ്. രണ്ടാമത്തെ പിസ്ത കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സിംഗ് ആണ്. അപ്പം നമ്മൾ വിനീഗർ ലാസ്റ്റ് ഒഴിക്കാം. നമ്മൾ നേരത്തെ വിനീഗർ വെച്ച് മിക്സ് ചെയ്ത് വെച്ചില്ല. ആദ്യത്തെ കേക്കിന് മാത്രമേ അന്നേരം ഒഴിച്ചുള്ളൂ. ഇനി രണ്ടാമത് വിനീഗർ ഒഴിക്കാൻ പോവുക. ഇപ്പം നമ്മളെപ്പോഴും അത് ഉണ്ടാക്കാൻ നേരത്ത് മാത്രം വിനീഗർ ഒഴിക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ച് വയ്ക്കാൻ പാടില്ല.
കപ്പ വിനീഗറും കൂടെ ഒഴിച്ചു. ഇനി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ നേരം ഇളക്കണ്ട. ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണേ, ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഈ ഓവനിലേക്ക് എടുത്ത് വയ്ക്കാം. കേക്കിന് ലെയർ ചെയ്യാണ്. കേക്ക് ലെയർ ചെയ്യട്ടെ. രണ്ടായിട്ട് ലെയർ ചെയ്തെടുത്ത് കേക്കിൻ്റെ ബേസ് എടുത്ത് ആ ബേസിലേക്ക് കുറച്ച് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് കൊടുത്തിട്ട് വേണേ ഇത് വെക്കാൻ വേണ്ടിയിട്ട്, കേക്ക് വെക്കാനായിട്ട്. പേപ്പർ എടുത്തില്ലായിരുന്നു, പേപ്പർ എടുത്തിട്ട് കേക്ക് വെച്ച്. ഇനി നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കണേ. ഇതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചിപ്സും കൂടി, ചോക്ലേറ്റ് ചിപ്സ് അല്ല, മറ്റേ അല്ലാത്ത വാനില ചിപ്സ്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സാണേ. വാനില അല്ല, സോറി, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇടണമെന്നൊന്നുമില്ല, ഞാനൊരു ടേസ്റ്റിന് വേണ്ടി. ന്യൂ ഇയർ കേക്ക് അല്ല, അപ്പം ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്താം. ഇതിൻ്റെ മുകളിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം.
അടുത്ത ലെയർ കേക്കും കൂടെ നമ്മൾ മേളിലേക്ക് വെക്കുന്നേ. അതിനെ ഒരു ഫോർക്ക് കൊണ്ടൊന്ന് ഷുഗർ സിറപ്പ് ശരിക്കും മിൽക്ക് മെയ്ഡും കൂടെ ലാസ്റ്റാണിത്. ലാസ്റ്റ് കോട്ടിങ് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു. കേക്കിന് വേണ്ടിയിട്ടുള്ള ഗണാഷ് നമുക്ക് തയ്യാറാക്കാമേ. അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഗണാഷ്. അപ്പം അതിന് വൈറ്റ് കോമ്പൗണ്ടും പിന്നെ വിപ്പിംഗ് ക്രീമും കൂടിയാണ് ഇതിന് വേണ്ടത്. വിപ്പിംഗ് ക്രീമും കൂടെ വൈറ്റ് കോമ്പൗണ്ട് വിപ്പിംഗ് ക്രീം. വൈറ്റ് കോമ്പൗണ്ട് കുറച്ച് 250 ഗ്രാം നമുക്ക് എടുക്കണം. അപ്പം അതിൻ്റെ കൂടെ വിപ്പിംഗ് ക്രീം കൂടെ ഇട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നേരിട്ട് നമുക്ക് ചൂടാക്കിയാൽ കൊള്ളത്തില്ല. ഇത് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത്. ഡബിൾ ബോയിലിംഗ് വെച്ചേക്കാണെങ്കിൽ ഡബിൾ ബോയിൽ വഴി മറ്റ് വിപ്പിംഗ് ക്രീമും വൈറ്റ് കോമ്പൗണ്ടും കൂടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗണേഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേക്കിന്. വൈറ്റ് കോമ്പൗണ്ടൊക്കെ മെൽറ്റായി തുടങ്ങി. നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ ഇത് ഇത്രയായി. ഇനി ഇതിനകത്തേക്ക് പിസ്ത കളറും കൂടെയും ചേർക്കണം. ഗണാഷ് ചെയ്യുമ്പോൾ മെൽറ്റായി വരുന്നു. നന്നായിട്ട് മെൽറ്റായേ. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ തരികൾ പോലെയുണ്ട്. ആ വൈറ്റ് കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള എന്തോ തരികളാണ്. അപ്പം അത് നമ്മളൊന്ന് അരിച്ചെടുക്കണേ. നന്നായിട്ട് മെൽറ്റായി. ഒന്ന് അരിച്ചെടുക്കണേ ഇത്. ഒരു ഡ്രോപ്പ് പിസ്ത കളർ ജെൽ കളറാണ്. നമ്മൾ ഗണേഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ. നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേക്ക്.